ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കാന്ത ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് റിലീസായിരിക്കുന്നത് 9:30-ക്കാണ്. സിനിമയ്ക്ക് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ വന്ന റെസ്പോൺസ് അതിഗംഭീരം, ഭീകരം, അല്ലെങ്കിൽ ഹെവി പോസിറ്റീവ്, എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെയാണെങ്കിൽ ഇന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കടന്നു വരാം. ഒരു പീരിയോഡിക് ഡ്രാമയാണ് ഈ ഒരു ചിത്രം എന്നുള്ളതാണ് മലയാളത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ അഭിപ്രായം. ക്വാളിറ്റി പെർഫോമൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ടോപ്പ് ടയർ ടെക്നിക്കൽ ക്രൂ എന്നുള്ളതാണ് സെക്കൻഡ് ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഒരു പീരിയോഡിക് ഡ്രാമ ആയതുകൊണ്ട് ഇതിൻ്റെ റൈറ്റർ ഒരു ഓൾഡ് സ്കൂൾ സ്പേസിങ്ങിൽ ഒരു ഫസ്റ്റ് ഹാഫിനെ കൊണ്ടുപോയിരിക്കുന്നു. അതായത് നമുക്കറിയാം ഈ ഒരു സിനിമയെ അതിനെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയെങ്കിൽ സെക്കൻഡ് ഹാഫ് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഷാർപ്പർ, ഫാസ്റ്റർ ഫ്ലോയിലൂടെ ഒരു ത്രില്ലർ ഗണത്തിലേക്ക് വരുന്നു, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നെഗറ്റീവായിട്ട് നമുക്ക് ഇവിടെ മലയാളത്തിൽ പറയാനുള്ളത് വേറെ ഒന്നുമല്ല, സിനിമയ്ക്ക് മലയാളം വെർഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ തമിഴിലാണ് ഈ സിനിമ വരുന്നത്. മലയാളികൾ ഒരുപാട് പേര് തമിഴ് കാണാനൊക്കെ പോകുമെന്നുള്ളത് അറിയാം. കാരണം നമ്മൾ രജനീകാന്തിൻ്റെ സിനിമ ഉൾപ്പെടെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്. സാധാരണ രജനീകാന്ത് സിനിമകൾക്ക് മലയാളം ഉണ്ടാകാറില്ല എന്നുള്ളതും, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾക്ക് തമിഴിൽ പോയാൽ തമിഴ് ഉണ്ടാകാറില്ല, മലയാളം തന്നെയൊക്കെയാണെന്നുള്ള ആ രീതി നമുക്കറിയാം. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു മലയാളം ഡബ്ഡ് വെർഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആളിക്കത്തിയേനെയും മലയാളത്തിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു 20-25 കോടി രൂപ സിമ്പിളായിട്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് മലയാളം വെർഷൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയും സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ ഒരു സ്ലോനെസ് ഉണ്ട്, അതാണ് മറ്റൊരു നെഗറ്റീവ്. പക്ഷേ അത് കാഴ്ചക്കാർക്ക് അതൊരു നെഗറ്റീവായിട്ടല്ല, കാരണം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഡൈസീറ പോലെയുള്ള സിനിമ ത്രൂ ഔട്ട് സ്ലോ ആണ്, പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടത് ആ സ്ലോ പേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇരുന്ന് കാണുമ്പോൾ അത് വലിയ ഹിറ്റാകാറുണ്ട്. ഡൈസീറ അമ്മാതിരി ഒരു സംഭവം തന്നെയായിരുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും സിനിമയുടെ മറ്റ് നെഗറ്റീവ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നീട് ഇവിടെ എടുത്തു പറയാനുള്ളത് ഈ ഒരു സിനിമയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് തന്നെ ആണ് എല്ലാ ഇടങ്ങളിൽ നിന്നും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു തമിഴിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇവിടെ മലയാളത്തിൽ എടുത്തു പറയാനായിട്ടുള്ള വേറെ യാതൊരു നെഗറ്റീവോ കാര്യങ്ങളോ ഇല്ല. മലയാളത്തിലില്ല എന്നുള്ളത് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത്. എന്തായാലും ഞെട്ടിച്ചിരിക്കുക തന്നെയാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഗംഭീരമായെന്ന് ഇത് നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ കൂടുതൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാത്തത്. അതുപോലെ തന്നെ റാണ റക്കപതി ആണെങ്കിലും, അതുപോലെ ഭാഗ്യശ്രീ ബോസ, സമുദ്രക്കനി, ദുൽഖർ, ഇവരെല്ലാവരുടെയും മികച്ച പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ് കാണാനും അല്ലെങ്കിൽ ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ വരുന്നത്. എന്തായാലും ദുൽഖർ വീണ്ടും അന്യഭാഷയിൽ ചെന്ന് ഞെട്ടിച്ചു എന്ന് തന്നെയാണ് പറയാൻ. അവിടെയും ദുൽഖറിൻ്റെ വാല്യൂ ഹെവി ആയിരിക്കുന്നു. വേറെ ഒന്നുമല്ല, തെലുങ്കിൽ നിന്നുള്ള സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എത്രത്തോളമാണ് അവിടെ ജനങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. തമിഴിലും മികച്ച രീതിയിലുള്ള ഒരു സപ്പോർട്ട് ദുൽഖറിന് ലഭിച്ചിരിക്കുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ പെർഫോമൻസ് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഒരു 5 തൊട്ട് 8 കോടി വരെയൊക്കെയാണ് മാക്സിമം ഈ ഒരു സിനിമയ്ക്ക്. 5 കോടിയാണ് നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ മാക്സിമമായി ലഭിക്കുമെന്നുള്ളത്. അത്രയും വരെ വന്നാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു തമിഴ് ലെവലിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആകും ഇത്. ക്രിറ്റിക്സ് ലെവലിലും ഓൾ ഇന്ത്യ ബേസ്, അതായത് പാൻ ഇന്ത്യൻ താരം എന്നുള്ള ലെവലിൽ ദുൽഖറിന് വീണ്ടും വീണ്ടും ആക്കം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ പോയിട്ടും അല്ലെങ്കിൽ തമിഴിൽ പോയിട്ടും തെലുങ്കിൽ പോയിട്ടും മികച്ച സിനിമകൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇന്ന് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും.